ഞാൻ ചക്കയുടെ ഒരു കറിയാക്കിയാണ്. ദോശക്ക് കറി ചക്ക ആവട്ടെന്ന്. ചക്ക മുറിച്ചിട്ടിട്ടുണ്ട്. കുരുവുണ്ട് കുറച്ചെടുത്ത് വെച്ചിട്ട് കുഴിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. ചക്ക അതിലിട്ടിട്ട് ഒരു വെറൈറ്റി കറിയാവട്ടെ. കടല വെള്ളത്തിലിട്ടിട്ടില്ല, ഇനി വെക്കുമ്പോൾ കടല ഇട്ടിട്ട് വെക്കാം. ദോശക്ക് കുരുവിൻ്റെ അംശനിടാം. വേറൊന്നും ഞങ്ങൾ ചേർക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയേ വേണ്ടത്. പരിപ്പിടുമ്പോൾ നമ്മൾ കുരുമുളക് ഇടില്ല. ആവശ്യത്തിന് കൂട്ടിട്ട് കല്ലുപ്പാണിത്. ചക്കയിലോട്ട് പൊടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കുറച്ചധികം ആക്കാം, നമുക്ക് പരിപ്പിട്ട് വെക്കുന്നതല്ലേ. തേങ്ങ തേങ്ങയുണ്ട്, എനിക്ക് ഉരിക്കാനൊന്നാവില്ല. ഇത് മുറിച്ച് മിക്സിയിലിട്ട് അടിക്കുക. മുകളില്ല ഇടാം, അവളെ വീട്ടിലാണ് ഉള്ളത്. അതുകൊണ്ട് മുറിച്ച് മിക്സിയിലിട്ട് അടിക്കുക, പെട്ടെന്നാവുമല്ല. തേങ്ങ ചേരാനും ആവില്ല, ഉരിക്കാനും ആവില്ല. അതുകൊണ്ട് അങ്ങനെ ആക്കാം. ഇത് അടുപ്പത്ത് കറിവേപ്പിലയെ പറിച്ചുകൊണ്ടിരുന്ന അത്രയും നല്ല ഇട്ടാൽ മതിയല്ല. ഇത് വേവിട്ട് പരിപ്പ് ഞാൻ ആദ്യം വേവിച്ച് വെച്ചതിലേക്കാണ് ഇതിട്ടത്. ഇട്ട് കാണിക്കാട്ട. ചക്ക എല്ലാവർക്കും ഇഷ്ടമാണ് എങ്ങനെ വെച്ചാലും. തേങ്ങ ഞാൻ മുറിച്ചിട്ടില്ലേ, ഇത് ലേശം ജീരകം കുറച്ച്, നന്നരയൊന്നും വേണ്ട. എന്നാലും കടലെടുത്താണെങ്കിൽ അരക്കേ വേണ്ട, ഒന്ന് ജീരകമിട്ട് ഒന്ന് കുറച്ച് ഒതുക്കുക, അങ്ങനെ ഇട്ടാൽ മതി. ഇതിപ്പോൾ നമ്മൾ പരിപ്പിട്ടിട്ടല്ലേ വെക്കുന്നത്, അതുകൊണ്ട് കുറച്ചറിഞ്ഞാൽ പൊടിച്ചിട്ട് കൊണ്ടുവരാത്. തേങ്ങ ഞാൻ പൊടിച്ചിട്ട് കൊണ്ടുവന്നത്. ഇതുപോലെ കൊട്ടത്തേങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതറിയില്ല, എന്നാലും ചിലവർക്കെല്ലാം ഇതറിയായി. പുളിയിട്ട് ഇങ്ങനെ ചെറുങ്ങനെ കഷ്ണാക്കിയിട്ട് വെള്ളം ഒഴിക്കറ്, മിക്സിയിൽ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. നല്ല ഇതുപോലെ ആയി കിട്ടിയത്. വെള്ളം ഒഴിക്കാണ്ട് പൊടിക്കണം. പൊടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അരക്കേണ്ടതാണെങ്കിൽ അത് കുറച്ച് വെള്ളമാക്കിയിട്ട് അരച്ചാൽ മതി, എന്നാൽ മുതിയല്ലോ. ഇതിപ്പോൾ ഞാനങ്ങനെ പൊടിച്ചെടുക്കുകയായിരുന്നു, അത്ര മുതിയുണ്ടല്ലോ, ഉണ്ടല്ലേ. നല്ല വൃത്തിയായിട്ട് കിട്ടിയില്ലേ. നമുക്കിവിടെ വിറകടുപ്പൊന്നുമില്ല, അടുപ്പേ ആക്കിയിട്ടില്ല. റൂമിൽ അടുക്കളയിൽ പിന്നെ അപ്പുറം നമ്മൾ മറ്റേ വീടിൻ്റെ പഴയ വീടിൻ്റെ അതിനെ കൂടെ പലഹാരമെല്ലാം ആക്കൽ ഇടന്ന് തന്നെ എല്ലാം ചോറും കറിയിലാക്കലാന്ന്. ഇവിടെ മെല്ലെ ആക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആക്കിയിട്ടുമില്ല. ഇവിടെ കുറവല്ലേ എല്ലു സ്ഥലം, ഇവിടെ ഇത്രയും എല്ലും ഇടാം. എല്ലാം കൂടെ സ്ഥലവും ഇല്ലല്ലോ, നീളമുണ്ട്, വീതിയില്ല. നീളത്തിലൊരു അടുക്കളയാണ്, വർക്ക് ഏരിയ. ഇപ്പോൾ നല്ലൊരു അടുപ്പാക്കണം. പുറത്ത് മഴയെല്ലാം പോയിട്ടാകുമ്പോൾ വീട് പൊളിച്ചിട്ട് ഇപ്പോൾ അത്രയായിട്ടു, ഒരു കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ പൊളിച്ചിട്ട്. പഴയ വീട് അതാണ്, ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ടല്ലേ. ചക്ക വെന്തൂട നല്ല രസമുണ്ട് ഈ ചക്ക. ഇന്നലെ കുറച്ചെടുത്തൊരു വെച്ചിനില്ല, കുറച്ച് വെച്ച് നോക്കി, നല്ല സ്വാദാണ്. കണ്ടില്ലേ, ഇളക്കാനുള്ള പാടാണ് നമുക്ക്. കയ്യിലെ വേദനയെല്ലാം നല്ല കുറവുണ്ട്. അധികം ഇങ്ങനെ ഇളക്കാനൊന്നും പറ്റുന്നില്ല. തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നാൽ പൊടിച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പും ഉണ്ടെങ്കിൽ തന്നെ പൊടിച്ച തേങ്ങയിൽ ഇട്ട് കൊടുക്കുക.
വലിയ പണിയൊന്നുമില്ല. അത്ര പെട്ടെന്ന് കറിയായി. നമുക്ക് ഒരു വിഷവും ഇല്ലാത്ത ഉരുളക്കിഴങ്ങെല്ലാം മേടിച്ചതെല്ലാം നമ്മ ഉണ്ടാക്കുന്നൊന്നുമല്ലല്ലോ ഉരുളക്കിഴങ്ങൊന്നും. ഈ വാജിക്കറിയെല്ലാം കൂട്ടണം. അതിന് വാജിക്കറി പോലെയും ആയില്ലേ, ചപ്പാത്തിക്കും എല്ലാം ഇങ്ങനെ ആക്കിയിട്ട് അത് കുറച്ചാലേ വേണ്ടു. നമുക്ക് ആവശ്യത്തിന് ഉണ്ടായാലും നമുക്ക് കിട്ടുന്നില്ല, അത് പറിച്ച് കിട്ടണ്ടേ. മേലെ കയറാനൊന്നും ആവില്ല. ഈ മഴയാകാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറിച്ച് വെക്കായിരുന്നു. പുറത്ത് ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനത്തെ മഴയല്ലേ. വേണ്ടല്ലേ ഇത്രയും ഇതിന് പണിയുള്ളൂ. കടലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പണിയാണ്. അതിന് കുറച്ച് തേങ്ങ നല്ലോണം വറുത്തിടണം. ഇതിന് അങ്ങനെ വറുത്തിട്ടൊന്നുമില്ല. തേങ്ങ കടുവ് വറുത്താണ്. കുറച്ചാണ് അതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്പൂൺ വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടിച്ച തേങ്ങ കുറച്ചും കൂടി ചേർത്താൽ നല്ലതാണ്. ഞാൻ അത്രയേ ഉള്ളത്, അതുകൊണ്ട് കുറച്ച് പൊടിച്ച് ചേർത്താം. നമുക്ക് 2 വീട്ടിലേക്കും ധാരാളം മതിയല്ല ചായക്ക്. ഇത് വെള്ളം പോരെങ്കിൽ വെള്ളം ഞാനിവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളമേ കുട്ടിക്കുടിയിൽ പച്ചവെള്ളം കൂട്ടിയാലേ രുചി കുറയണ്ടേ. ഏത് കറിയാക്കുമ്പോൾ നമ്മൾ പിന്നെ ചേർക്കുന്നത് തിളച്ച വെള്ളം തന്നെ വേണം, എന്നാലേ സാധനം ഉണ്ടാവില്ല. പച്ചവെള്ളം എപ്പോഴും വെക്കറി ഏത് കറിയില്ല. തിളക്കലായില്ലേ ഇല്ലേ. ലക്ഷ്മിയോടെ പിറന്നാളിൽ നിന്ന് ചക്കക്കറി ആവട്ടെ. ഇന്ന് മോളെ പിറന്നാളാണെന്ന്. കൺപീലി നനയല്ലേ എന്നാമൽ നനയല്ലേ കൺപീലി നനയല്ലേ എന്നാലും അരികിലേ. ആയി തിളച്ചില്ല. തെറിക്കുന്ന നിർത്തിയതുണ്ട്. ചെറിയ പാത്രമല്ലേ, ദൂരം മേടിക്കാൻ. കടുക് പൊട്ടിക്കാനുള്ള വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടുക് ഇട്ട് വെക്കൽ. പൊടിച്ച തേങ്ങ കറിവേപ്പ് ഇട്ടിട്ടുണ്ട്. കൂട്ടാൻ റെഡി. ചക്കക്കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കെല്ലാം ചെയ്യണം. ലൈക്കും ഷെയറെല്ലാം ഉണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് വരും. ഞാൻ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ കുഞ്ഞുമോൻ പറഞ്ഞാൽ അങ്ങനെ വലുതാവും തോറും അങ്ങനെയല്ലേ കുഞ്ഞുങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ ആയിരിക്കില്ല. ഒരിക്കൽ ഇങ്ങനെ പിടിച്ചത് നമ്മളെ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധമായതുകൊണ്ട് നമ്മളീ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് തന്നെ ഒരിക്കൽ അത് എടുത്തു നിന്നിട്ട് ഞാൻ പോയി.
എല്ലാ പോരായ്മയും സഹിച്ചൊന്നും എനിക്ക് അത്രയിലാവുള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.